ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം, 24 വാർത്തയുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു വേണ്ടാത്ത നിയമം കൂടി കേരളത്തിൽ ഇല്ലാതായി. അതായത് നമ്മൾ KSRTC ബസ്സിലെങ്ങാനും എന്തെങ്കിലും സാധനം വെച്ച് മറന്നുപോവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സാധനം തിരിച്ചു കിട്ടുമ്പോൾ 1000 രൂപ മുതൽ 10,000 രൂപ വരെ KSRTCയിൽ അടയ്ക്കണം. അത് യുക്തം പോലെ അവർക്ക് തീരുമാനിക്കാം. ഈ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ നിന്ന് കുറ്റിവട്ടത്തേക്ക് യാത്രയായിരുന്ന ശോഭ എന്ന സ്ത്രീ അവരുടെ മാല അവിടെ വെച്ച് മറന്നുപോയി. ആ മാല കണ്ടക്ടറെ എടുത്ത് അരിപ്പാട് ഡിപ്പോയിൽ ഏൽപ്പിച്ചു. അപ്പോൾ ആ മാല തിരിച്ചു കിട്ടുമ്പോൾ ഒരു 10,000 രൂപ, അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ലേഡിയാണ്, ഒരു 10,000 രൂപ എവിടുന്നൊക്കെയോ കളക്ട് ചെയ്ത് അവർ അടച്ചു. ഈ വാർത്ത നമ്മൾ 24-ലൂടെ അരുൺ രാജ് സംപ്രേഷണം ചെയ്തു. ഇത് കണ്ട ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പെട്ടെന്ന് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. എന്ന് മാത്രമല്ല, ട്രാൻസ്പോർട്ട് CMDയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വിശദമാക്കി. അപ്പോൾ ഈ 10,000 രൂപ അവർക്ക് മടക്കി കിട്ടുമെന്ന് പറഞ്ഞു. ഈ നിയമം തന്നെ പൊളിച്ചെഴുതാൻ മന്ത്രി KSRTCക്ക് ഉത്തരവ് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അഭിമാനമുണ്ട്. അത് കാലഹരണപ്പെട്ട നിയമം തന്നെയായിരുന്നു. പ്രൈം ടൈം ആരംഭിക്കും. ഹായ്, ഞാനിങ്ങനെ ചാടിക്കയറി വരുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് വാർത്തക്കത്തെ അകറ്റി നമ്മളിങ്ങനെ ചാടിക്കയറി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ ഗസയിൽ വംശഹത്യ നടത്തുന്നുവെന്ന ആരോപണം തമാശയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് UN സഭയിൽ പറഞ്ഞു. പുറത്തുവന്ന പട്ടിണി മരണങ്ങളുടെ വാർത്തകളെല്ലാം നെതന്യാഹു തള്ളിക്കളഞ്ഞു. ഹമാസ് ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ഇസ്രായേൽ വേട്ട തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അന്ത്യശാസനം കൂടി ഇന്ന് UN വന്നു. ആ പ്രസംഗം നമുക്ക് Would a country committing genocide plead with the civilian population it is supposedly targeting to get out of harm's way? Would we tell them get out if we want to commit genocide? We're trying to get them out, and Hamas is trying to keep them in. And this charge is so baseless. The comparison to genocide, wholesale slaughter of populations. What, did the Nazis ask the Jews to leave, kindly leave, go out? Others, you want me to name all the genocidal leaders of history? Just go one by one. Did anyone do this? Did they say, get out so we can come in? Of course not. So the truth has been turned on its head. Hamas, a genocidal terrorist organization whose charter calls for the murder of all Jews on the planet. This genocidal organization is given a pass. It's barely mentioned. While Israel, which does everything it can to get civilians out of harm's way, Israel is put in the dock. What a joke. You want to hear another one? Israel is accused of deliberately starving the people of Gaza when Israel is deliberately feeding the people of Gaza. എന്നാൽ അതേസമയം ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ UN സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാത്രമല്ല, നെതന്യാഹുവിന് നേരെ കൂകി വിളിക്കുകയും ചെയ്തു. നഗരത്തിലെ ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്ത് നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ശരിക്കും സാധാരണഗതിയിൽ UN പൊതുസഭയിലൊന്നും ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണാൻ കഴിയില്ല. കാരണം ഇറങ്ങിപ്പോകുന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഈ സെനറ്റ് യോഗത്തിലോ മറ്റുള്ള യോഗത്തിലൊക്കെ നടക്കുന്നതുപോലെ കൂകി വിളിച്ചിട്ട് ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറയുന്നത് രാജ്യാന്തര പ്രതിനിധികളൊക്കെ ചെയ്യുക സ്വാഭാവികമല്ല. പക്ഷേ അവർക്ക് അത്രമാത്രം അമർഷമുണ്ട്. കാരണം അവിടെ നടക്കുന്ന ഒരു ജനോസൈഡാണ്, കൂട്ടക്കൊലയാണെന്ന് പല ആളുകളും പറയും. നമ്മുടെ അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഡോക്ടർ സന്തോഷ് കുമാറിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകും അവിടുത്തെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ. SKN പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. SKN ഇപ്പോൾ ഫ്ലോറിലേക്ക് ചാടിക്കേറി വന്നതുപോലായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജിലേക്ക് ചാടിക്കേറി വന്നത്. പക്ഷെ അദ്ദേഹത്തെ കാത്തിരുന്നത് കൂകി വിളിക്കുന്ന ഡെലിഗേറ്റ്സും അതുപോലെ സന്ദർശക ഗാലറിയിലുള്ളവരും, അത് മാത്രമല്ല പല ആൾക്കാരും മനഃപൂർവ്വം കാത്തിരുന്നതിന് ശേഷം ഇറങ്ങിപ്പോയി അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. SKN ഐക്യരാഷ്ട്ര സഭയുടെ പുറത്തും വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെയും ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം താമസിക്കുന്ന ഹോട്ടല് അപ്ടോൺ മിറ്റോണിലാണ്. അവിടെയും ഇന്നലെ രാത്രി മുതൽ ബെഞ്ചമിൻ നെതന്യാഹു എത്തിയപ്പോൾ മുതലുള്ള പ്രതിഷേധം വളരെ ശക്തമാണ്. പക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു ഇതൊന്നും കൂട്ടാക്കാതെ ഒറ്റപ്പെട്ട ചില കയ്യടികൾ തുടങ്ങി വെച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹം വളരെ
ശക്തമായ ഭാഷയിൽ തന്നെയാണ് തന്റെ പ്രസംഗത്തിലേക്ക് കടന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ പ്രസംഗം ഗസയിലുള്ളവർക്ക് കേൾക്കാനായിട്ട് അവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തിയത് അവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ബോംബ് വീഴുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്, നെതന്യാഹുവിന്റെ ശബ്ദമൊന്നും അവിടെ കേൾക്കുവാൻ സാധിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ബെഞ്ചമിൻ നെതന്യാഹു ഈ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചത് ഹമാസ് ഒക്ടോബർ 7 നടത്തിയ ആ കൊലപാതകങ്ങൾക്ക് പ്രതിരോധിക്കുവാനുള്ള ശ്രമമാണ് ഗസയിൽ നടത്തുന്നത് എന്നാണ് തന്റെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞു വരാൻ ശ്രമിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെലൻസ്കി പോലും ഈ കസേരകളിൽ ഇല്ലായിരുന്നു, ഒഴിഞ്ഞ കസേരകളായിരുന്നു. ഇതായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ സൂചി കുത്താൻ ഇടയില്ലാതിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒഴിഞ്ഞ കസേരയിൽ നോക്കി ബെഞ്ചമിൻ നെതന്യാഹുവിന് പ്രസംഗിക്കേണ്ടി വന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഹമാസിനോട് ഞാൻ നേരിട്ട് സംസാരിക്കുകയാണ്, ഗസയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിലൂടെ ആയുധം വെച്ച് കീഴടങ്ങുക, മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേട്ടയാടുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയും. അതുപോലെ വെസ്റ്റേൺ രാജ്യങ്ങൾ പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ളതിനോട് പറഞ്ഞ് യോജിച്ചതിനെയും വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു, ഈ ലോകത്ത് ഇസ്രായേലിനെ മനസ്സിലാക്കുന്ന ഒരു ലോക നേതാവ് മാത്രമേ ഉള്ളൂ, അത് ഡൊണാൾഡ് ട്രംപ്. അതിന്റെ കാരണം ഇസ്രായേലും അമേരിക്കയ്ക്കും ഒരു പൊതു ഭീഷണിയാണ് ഉണ്ടാകുന്നത്. ഇത് കൂടാതെ അദ്ദേഹം ഒരു പ്ലാക്കാർഡ് ഉയർത്തി കാണിച്ചു, അതിൽ QR കോഡ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഇത് ഇസ്രായേൽ ലഭ്യമല്ല, ഈ QR കോഡ് സ്കാൻ ചെയ്താൽ ഈ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പിന്നീട് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളിൽ കൂടി അറിയാൻ സാധിച്ചത്. ഇദ്ദേഹത്തിന്റെ ശേഷം തൊട്ടു പിന്നാലെ ചൈനീസ് പ്രൈം മിനിസ്റ്റർ ലീയുടെ പ്രസംഗമുണ്ടായിരുന്നു. അദ്ദേഹവും പേര് പറയാതെ തന്നെ അമേരിക്കയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും പ്രധാനമായിട്ട് പറഞ്ഞത്. അതായത് 80 വർഷമായിട്ട് ലോകത്ത് നടക്കുന്ന ഒരു കച്ചവട നീതിയുണ്ട്, അത് താറുമറിക്കുവാൻ തീരുവകളിലൂടെ ചിലർ ശ്രമിക്കുകയാണെന്ന് പരോക്ഷമായി അമേരിക്കയെ ഉദ്ദേശിച്ച് പറയുകയും ചെയ്തു. സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെയും ഇസ്രായേലിനെ നിശിതമായി വിമർശിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതയെല്ലാം ഉയർത്തിക്കൊണ്ട് വംശഹത്യ നടത്തുകയാണെന്നാണ് പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ആരോപിക്കുന്നത്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ ഈ വംശഹത്യ എന്ന് പറയുന്നത് നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല, സാധാരണ ജനങ്ങളെ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നാണ് ഐക്യരാഷ്ട്ര സഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. SKN മധു, യഥാർത്ഥത്തിൽ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ട് ഇട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരാൾ വളരെ സുരക്ഷാ കവചത്തിലായിരിക്കും അമേരിക്കയിലെ ന്യൂയോർക്കിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ സംബന്ധിച്ച് കർക്കശമായ നിലപാട് UN ആസ്ഥാനത്തുണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിനെതിരെ കൂകി വിളിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇദ്ദേഹം ഈ കൂകി വിളിച്ചവരെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും പറഞ്ഞു? SKN ഈ കൂകി വിളിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചില്ല, നേരെ പ്രസംഗത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര ഈ ക്രിമിനൽ കോർട്ടുമായി ബന്ധപ്പെട്ട് അമേരിക്ക അതിനെ വളരെ പരിഹാസത്തോടെ അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോർട്ട് ഒരു കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആരെയെങ്കിലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവനെ പിടിച്ചു കൊടുക്കുക എന്നൊരു ബാധ്യതയില്ല. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടാതിരിക്കുകയും ചെയ്യാം. തന്നെയുമല്ല, ഐക്യരാഷ്ട്ര സഭാ ഹെഡ്ക്വാർട്ടേഴ്സിന് 1947 ഐക്യരാഷ്ട്ര സഭയും അമേരിക്കയും ചേർന്ന് വെച്ച ഹെഡ്ക്വാർട്ടേഴ്സ് എഗ്രിമെന്റ് പ്രകാരം നയതന്ത്ര ഒരു ഇത് കിട്ടും, പരിരക്ഷ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനകത്ത് കയറിയാൽ അവർക്കുള്ള പരിരക്ഷയുണ്ട്. ഇതിന്റെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അമേരിക്കയുടെ സുരക്ഷയുമുണ്ട്. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷിതനാണ്. SKN ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇസ്രായേലി പ്രധാനമന്ത്രി UN പൊതുസഭയിൽ പ്രസംഗിക്കുന്ന ആ സമയം പ്രതിനിധികൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ അവർ കൂകി വിളിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ ഇത് മധു കൊട്ടാരക്കര പകർത്തിയ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ സ്വാഭാവികമായും 24-ൽ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ക്ഷുഭിതനായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോൾ ഈ നടത്താൻ പോകുന്ന പ്രസംഗം പശ്ചിമേഷ്യയിലെ ഗസയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും എന്നാണ്. പക്ഷേ വാർത്താമാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്ത് ഈ പ്രസംഗമൊന്നും അവിടെ കേട്ടില്ല, വെടിവെച്ചകൾ മാത്രമേ കേൾക്കുമായിരുന്നുള്ളൂ. കാരണം അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ച് സാധാരണ ജനങ്ങളെ കൂട്ടക്കൊല നടത്തുന്ന ഒരാളോടുള്ള പ്രതിഷേധമാണ് ഇന്ന് UN പൊതുസഭയിൽ കണ്ടത്. പ്രതികൾ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് കൂകി വിളിയായിട്ട് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു. കൂകി വിളിയൊക്കെ നല്ല നമ്മുടെ ഇവിടുത്തെ കൂകി വിളി പോലെ തന്നെ കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, സായിപ്പ് കൂക്കി വിളിച്ചാലും നമ്മൾ കൂക്കി വിളിച്ചാലും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുമെന്നുള്ളത്. എന്നാലും ഇതാണ് അവിടെ സംഭവിച്ചത്.
ഇനിയും മറ്റൊരു സ്റ്റോറിയിലേക്കും നമ്മൾ അവരുടെ പ്രതിഷേധം അത്രയെങ്കിലും ഒരു പഠിപ്പിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ആ പ്രതിഷേധത്തിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാകുന്നു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എത്രയോ ആളുകളാണ് ഓരോ ദിവസവും ആ മണ്ണിൽ മരിച്ചു വീഴുന്നത്. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. വിയൂർ സെൻട്രൽ ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്ത്. ജയിലിച്ചാട്ടത്തിന് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് ഗോവിന്ദചാമി ആവർത്തിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവനക്കാരുടെയും തടവുകാരുടെയും മൊഴിയെടുക്കും. ജയിലിച്ചാട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നതിലും അന്വേഷണം നടക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന പഠിച്ച ക്രിമിനൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയും എന്ന് നമുക്ക് വിശ്വസിക്കാമോ? SKN ഈ കേസ്, ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൻ്റെ കേസ് നിലവിൽ അന്വേഷിച്ചത് കണ്ണൂർ സിറ്റി പോലീസിലെ പ്രത്യേക സംഘമാണ്. ഈ മാസം 1-ാം തീയതിയാണ് ഈ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ള ഉത്തരവ് പുറത്തു വരികയും ചെയ്തത്. അത് കുറച്ചുകൂടി സമഗ്രമായ അന്വേഷണം അതിൽ വേണം എന്നതുകൊണ്ടാണ് ഇതിലൊരു സ്പെഷ്യൽ ടീം രൂപീകരിക്കുകയും ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള P ബാലകൃഷ്ണൻ അന്വേഷണ ചുമതല നൽകുകയും ചെയ്തത്. ഈ അന്വേഷണ നടപടി അല്പം വൈകിയാണ് തുടങ്ങിയത്. അതിൽ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത് നിലവിലെ അന്വേഷണ സംഘം കേസ് ഫയൽ നൽകാൻ വൈകി, അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവും വൈകിയത്. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇതിൽ തുടങ്ങിയിട്ടുണ്ട്. കേസ് ഫയലുകൾ നിലവിലുള്ള അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമെന്നോണമാണ് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലെത്തി ഗോവിന്ദചാമിയെ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഗോവിന്ദചാമി ആവർത്തിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് തനിക്ക് ആരുടെയും തന്നെ സഹായം ഈ ജയിൽ ചാട്ടത്തിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് ഗോവിന്ദചാമി പറഞ്ഞത്. പിന്നീട് ഈ ജയിൽ ചാടിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് പോകാനാണ് തൻ്റെ ഉദ്ദേശമെന്നും അതോടൊപ്പം ഇതിനൊരു തയ്യാറെടുപ്പുണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. അത് നേരത്തെ അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് പൂർണ്ണമായും ക്രൈംബ്രാഞ്ച് സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്നതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതിൻ്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടുത്ത ദിവസം തന്നെ എത്തി ഈ സഹതടവുകാർ, ഈ ഗോവിന്ദചാമിക്കൊപ്പം ഉണ്ടായിരുന്ന സഹതടവുകാർ, അതോടൊപ്പം ജയിൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് എന്തായാലും കടന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്, ഈ ഇപ്പോൾ നിലവിൽ കണ്ടെടുത്തിട്ടുള്ള ആയുധം ഉപയോഗിച്ച് തന്നെയാണോ ഈ സെല്ല് ഈ ഇരുമ്പ് കമ്പി മുറിച്ചത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മറ്റേതെങ്കിലും ആയുധം ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. ഇതിലെല്ലാം വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ വിവരങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ നിലപാടിൽ കരയോഗങ്ങളിൽ പ്രതിഷേധമുണ്ടായി എന്ന വാർത്ത. എന്നാൽ തൻ്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ലക്സ് വയ്ക്കാമെന്നുമായിരുന്നു 24-നോട് G. സുകുമാരൻ നായർ മറുപടിയായി പറഞ്ഞത്. മൂന്നാം ഊഴത്തിന് NSS പിന്തുണ ഗുണകരമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ കാപട്യം തുറന്നു കാട്ടാൻ നാളെ കോട്ടയത്ത് UDF വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച NSS നിലപാടിൽ പ്രതിഷേധമുയരുന്നു. പത്തനംതിട്ടയിൽ ഇന്നലെ ഫ്ലക്സ് വന്നതിന് പിന്നാലെ ഇന്നും G. സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. പത്തനംതിട്ട പ്രമാടത്തും തിരുവനന്തപുരം നെരുവാമൂട് NSS കരയോഗം കാര്യാലയത്തിന് മുന്നിലുമാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. നേതൃത്വത്തിനെതിരെ എറണാകുളം കണയന്നൂർ കരയോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ചങ്ങനാശ്ശേരി പുഴവാത കരയോഗത്തിലെ 4 പേർ രാജിവെച്ചു. പ്രതിഷേധങ്ങൾ തള്ളി സുകുമാരൻ നായർ. ഫ്ലെക്സ് ആർക്ക് വേണേലും രൂപ കൊടുത്താൽ കിട്ടുമല്ലോ. പേര് വെക്കാതെ ഏത് ഫ്ലെക്സ് വേണേലും വെക്കരുത്. എവിടെ ഒരു പ്രതിഷേധമില്ല, ഒരനക്കവും ഇല്ല. ഈ തീരുമാനം നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. NSS-ഉമായി തർക്കങ്ങളില്ലെന്ന് UDF നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ നാളെ കോട്ടയം തിരുനക്കരയിൽ UDF വിശദീകരണ യോഗം നടത്തും. ഞങ്ങൾക്ക് NSS-ഉമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPIM നേതാവ് AK ബാലൻ 24-നോട് പ്രതികരിച്ചു. വിഷയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾ കുറെ പത്രസമ്മേളനത്തിൽ ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനത് ആദ്യമേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇപ്പോ പോസ്റ്റ്മോർട്ടത്തിനില്ല, എന്നാൽ അതെല്ലാം അടഞ്ഞ അധ്യായമാണ് എന്ന് കരുതുകയും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള കൈവിട്ട കളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സമസ്ത മുഖപത്രം സുപ്രഭാതം രൂക്ഷമായി വിമർശിച്ചു. 24 കോട്ടയം. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ
സംശയമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചപ്പോൾ അക്കാര്യം വളരെ വ്യക്തമായി. രാജ്യത്തെ അയോഗ്യനായ മുഖ്യമന്ത്രിയാണ് യോഗിയെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ. അയ്യപ്പ സംഗമം നടന്നല്ലോ, പക്ഷെ അതിൽ പിന്നെ അതിൻ്റെ ആത്മാർത്ഥതയിൽ തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ യോഗിയുടെ ആശംസകളൊക്കെയാണ് അവിടെ വായിച്ചിട്ടുള്ളത്. അത് വിശ്വാസികളെയും ഭൂരിപക്ഷ സമൂഹത്തെയും എന്നപോലെ ന്യൂനപക്ഷ സമൂഹത്തിനിടയിലും അത് ചില പിന്നെ എന്താ പറയുക സംശയം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ടത് മാറും. കാരണം യോഗി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സമീപനം എല്ലാവർക്കും സ്വീകാര്യമായൊരു സമീപനമല്ല. രാജ്യത്തെ അയോഗ്യനായ ഒരു രാഷ്ട്രീയക്കാരനാണ് യോഗി എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. മുസ്ലിം ലീഗിനെ കുറിച്ച് CPIM നേരത്തെ പറഞ്ഞത് നല്ല കാര്യങ്ങളെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അന്ന് പറഞ്ഞ യോഗ്യതകൾ ഇപ്പോഴും ലീഗിനുണ്ട്. മുസ്ലിം ലീഗിനെ വർഗീയത പോരെന്ന് പറഞ്ഞാണ് INL ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം അങ്ങനെ കണ്ടാൽ മതിയെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണല്ലോ അല്ലേ? അതാണ് അതിൻ്റെ ശരി. അന്ന് അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുള്ളത്. ലീഗ് എന്തുകൊണ്ടായിരുന്നു അന്ന് നല്ല അഭിപ്രായം പറഞ്ഞത്? ആ ഒരു സവിശേഷതകൾ ഇപ്പോഴും ലീഗിനുണ്ട്. പിന്നെ UDF രണ്ടാമത്തെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് എനിക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് എപ്പോഴും ഒരു മീഡിയേറ്ററുടെ റോളാണ് എപ്പോഴും എടുക്കാറുള്ളത്. അതിനെ ഇനിയിപ്പോൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്നുള്ള നിലക്കാണ് INL ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ. കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സമീർ, ശരിക്കും CPM പുതിയ നിലപാടിൽ മുസ്ലിം ലീഗിന് നല്ല അമർഷമുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു കാലത്ത് LDFിലേക്ക് മുസ്ലിം ലീഗ് വരും എന്നുള്ള ഒരു പ്രതീക്ഷ CPIMനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും ചെയ്തിരുന്നു. ആ പുകഴ്ത്തലിനൊക്കെ പിറകെയാണ് ഇപ്പോൾ അവരെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ വേളയിലാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ ഈ പരാമർശം വന്നിരിക്കുന്നത്. അന്ന് പറഞ്ഞ അതേ യോഗ്യത ഇപ്പോഴും തങ്ങൾക്കുണ്ട്, പക്ഷേ തങ്ങൾ UDFിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും LDFിലേക്ക് വരില്ല എന്ന് കാണുമ്പോൾ CPIM നേതാക്കൾ മുസ്ലിം ലീഗിനെ ഇകഴ്ത്തി കാണിക്കുന്നു, അവരെ പരാമർശിക്കുന്നു, മോശമായി ചിത്രീകരിക്കുന്നു എന്ന് തന്നെയാണ് സാദിഖ് അലി തങ്ങൾ പറയുന്നത്. ഇതോടൊപ്പമാണ് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം കൂടി വന്നിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിലെ സർക്കാരിൻ്റെ ആത്മാർത്ഥതയിൽ സംശയമുണ്ട് എന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശമാണ് അവിടെ വായിച്ചത്. അത് എന്ത് സന്ദേശമാണ് നൽകുക? ഭൂരിപക്ഷത്തിനും അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിനും ഒരുപോലെ സംശയം ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സന്ദേശവും അവിടെ വായിക്കുമ്പോൾ. പ്രത്യേകിച്ചും അദ്ദേഹം രാജ്യത്തെ അയോഗ്യനായ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. അങ്ങനെയുള്ള വ്യക്തിയുടെ സന്ദേശം അവിടെ കൊണ്ട് വായിക്കുമ്പോൾ സ്വാഭാവികമായും അത് സംശയം ജനിപ്പിക്കും. ജനാധിപത്യ മതേതര കാഴ്ചപ്പാടുള്ളവരാണ് കേരളത്തിലെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നവരാണ് അയ്യപ്പന്മാർ. അത്തരമൊരു വേളയിലാണ് ഈ വ്യക്തിയുടെ പരാമർശം, അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം അവിടെ വായിക്കുന്നത്. അതാണ് സംശയത്തിന് ഇടയാക്കുന്നത് എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതോടൊപ്പമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ INLനെതിരെ ഒരു പരാമർശം ഉന്നയിച്ചിരുന്നു. അവർക്ക് വർഗീയ കാഴ്ചപ്പാടുണ്ട് എന്നായിരുന്നു ആ ഒരു പരാമർശം. അതുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം വന്നു. മുസ്ലിം ലീഗിനെ വർഗീയത പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് INL ഉണ്ടായത്. സ്വാഭാവികമായും ആ വിധത്തിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം കാണേണ്ടത് എന്നും സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. SKN. ഓക്കെ, താങ്ക് യു സമീർ C മുഹമ്മദ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, പാലക്കാട് മങ്കരയിൽ കാണാതായ 14-കാരനെ കണ്ടെത്തി. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ 14-കാരനെ കണ്ടെത്തിയിരിക്കുന്നത്. ആശ്വാസം ആ വീട്ടുകാർക്ക് സന്തോഷമായി കാണുമല്ലോ. കോട്ടയത്തെ അഭിഭാഷക ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ബന്ധുക്കളിൽ നിന്ന് അതുപോലെ നാട്ടുകാരിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തി. ഭർത്തൃ വീട്ടിൽ ക്രൂര പീഡനം ഏറ്റിരുന്നുവെന്ന് ജിസ്മോളുടെ അച്ഛനടക്കം മൊഴി നൽകി. കഴിഞ്ഞ ദിവസമാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി നമുക്കൊപ്പം ടോബി ജോൺസൺ ചേരും. അതിനുമുമ്പ് ഈ സമരസമിതിയുടെ ചെയർമാനായ ശശികുമാറിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ആദ്യം കാണാം. ആദ്യഘട്ടമെന്നുള്ള നിലയിൽ ഇവർ എല്ലാവരുടെയും മൊഴികൾ രണ്ടാമത് രേഖപ്പെടുത്തുന്ന ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അച്ഛൻ്റെ സഹോദരൻ്റെയും മൊഴി ആദ്യമേ എടുത്തത്. നേരത്തെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അതിനകത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഡീപ്പായിട്ട് അന്വേഷണം നടത്തണം എന്നാണ് നമ്മളോട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ടോബി, പറയൂ.
SKN സമൂഹത്തെ ഏറെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഒരു അഭിഭാഷക, ഒപ്പം തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ഒരു വ്യക്തി അവരുടെ മക്കളുമായി ആത്മഹത്യയിലേക്ക് പോകുന്നു. അതിന്റെ കാരണം എന്ത് എന്ന് അന്ന് തന്നെ മലയാളികളെല്ലാം തന്നെ ചോദിച്ചതാണ്. ആ ഒരു വിഷയത്തിൽ പിന്നീട് തെളിവായത് ഭർത്തൃ വീട്ടിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ആ പീഡനമായിരുന്നു ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള വിവരങ്ങളും പിന്നാലെ പുറത്തു വന്നു. ജിസ്മോളുടെ പിതാവ് തന്നെ അക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. അതായത് ഭർത്തൃ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഏതാനും ദിവസങ്ങൾക്കപ്പുറം പീഡനങ്ങൾ തുടർന്നിരുന്നു, അത് താൻ അറിഞ്ഞിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഭർത്തൃ വീട്ടിൽ നിന്നും ഉണ്ടായ ആ ഒരു ശാരീരിക മാനസിക പീഡനങ്ങൾ തന്നെയാണ് ജിസ്മോളുടെ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നാണ് പിതാവ് അന്ന് തന്നെ പറഞ്ഞിരുന്നത്. ഏറ്റുമാനൂർ പോലീസാണ് ഈ കേസ് ആദ്യം അന്വേഷിച്ചത്. ആ ഏറ്റുമാനൂർ പോലീസിന്റെ അന്വേഷണത്തിൽ പിതാവിനെയും അച്ഛനെയും ജിസ്മോളുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അച്ഛനെയും അറസ്റ്റ് ചെയ്തിരുന്നു. അവരിപ്പോൾ ജാമ്യത്തിലാണ്, റിമാൻഡിലായിരുന്നു. അതിനുശേഷം ജാമ്യത്തിലേക്ക് പോയി. എന്നാൽ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് പലർക്കും കൂടി, അതായത് മാതാവിനും സഹോദരിക്കും, ഈ ഭർത്താവിന്റെ സഹോദരിക്കും അടക്കം പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങളാണ് പിതാവും അതുപോലെ തന്നെ ആ നാട്ടിലുള്ള ആളുകളും ഉന്നയിച്ചത്. ഒരു സമരസമിതി രൂപീകരിച്ച് വലിയ പ്രക്ഷോഭങ്ങളിലേക്കും കാര്യങ്ങൾ പോയി. അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയാണ് കഴിഞ്ഞ ജൂലൈ 15-ാം തീയതി ഇത് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നത്. ആ ഉത്തരവ് പ്രകാരമാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പിതാവിന്റെയും സഹോദരന്റെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ സമരസമിതി നേതാക്കളുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം. കൊച്ചിയിൽ 1 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തി 2 പേർ പിടിയിലായി. കോഴിക്കോട് മുക്കം സ്വദേശി മുഹമ്മദ് ജസീൽ, നീലേശ്വരത്തെ TK മുഹമ്മദ് എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജൂൺ 13-ാം തീയതിയാണ് ലക്നൗ പോലീസിന്റെ വീഡിയോ കോൾ ചെയ്ത് പണം തട്ടിയെടുത്തത്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ഈ 2 സഹോദരങ്ങൾ ചെയ്ത ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ശ്യാംകുമാർ പറയും? പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്ന പേരിലാണ് ലക്നൗ പോലീസ് എന്ന പേരിൽ വീഡിയോ കോൾ ചെയ്ത ഈ കാക്കനാട് സ്വദേശിയെ ഭീഷണിപ്പെടുത്തി 1,05,00,000 രൂപ 3 തവണയായി ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഇവർ തട്ടിയെടുത്തത്. തുടർന്ന് വിർച്വൽ അറസ്റ്റ് ചെയ്ത് ഏകദേശം 12 മണിക്കൂറോളം തടവിലാക്കുകയാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് തട്ടിപ്പ് മനസ്സിലായി ഈ പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചതോടെയാണ് പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. അന്വേഷണത്തിൽ 99 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് ഇവർ ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തി. ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾ ചിലവാക്കിയത് ഇതിനകം 34 ലക്ഷം രൂപയായിരുന്നു. ഏതായാലും 2 പ്രതികളെയും, അവർ 2 പേരും മലയാളികളാണ്, കോഴിക്കോട് സ്വദേശികളാണ്, മുക്കം സ്വദേശികളാണ്. ഈ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരെയും ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ശ്യാംകുമാർ, സാധാരണ ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് നടക്കുമ്പോൾ നമ്മൾ സംശയിക്കുന്ന ഉത്തരേന്ത്യക്കാരാണ് ഇത് ചെയ്തത്, ഹിന്ദിയൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ടല്ലേ ചേട്ടന്മാര്? പോലീസ് പറയുന്നത് മലയാളികൾക്കിടയിൽ ഇത്തരത്തിൽ മ്യൂൾ അക്കൗണ്ടുകൾ, അതായത് വാടകയ്ക്ക് നൽകുന്ന അക്കൗണ്ടുകളുടെ ഇടപാടുകൾ നടത്തുന്നത് കൂടുതലും വടക്കൻ കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. അവർ അതിന്റെ തട്ടിപ്പിന്റെ പുതിയ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ചെറുപ്പക്കാരാണ് ഈ തട്ടിപ്പിലേക്ക് എത്തുന്നതാണ്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യക്കാരെ കടത്തി വെട്ടുന്ന രീതിയിൽ ഈ മലയാളികൾ തന്നെ ഈ തട്ടിപ്പിലേക്ക് എത്തുകയും ഈ സൈബർ തട്ടിപ്പ് ഒരു കലയാക്കി മാറ്റുകയും ചെയ്തു. ഏതായാലും 2 പേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന് സല്യൂട്ട് കൊടുക്കണം. കാരണം വളരെ ഈ വിർച്വൽ അറസ്റ്റ് എന്നൊരു സാധനമില്ല എന്ന് നമ്മൾ നാഴിക്ക് 40 വട്ടം പറഞ്ഞിട്ടും ആൾക്കാരെ പേടിച്ച് വിർച്വൽ അറസ്റ്റിന് വിധേയമായി മണിക്കൂറുകളോളം തടങ്കലിരിക്കുക. അപ്പോൾ 1 കോടിയിലധികം പണവും പോയെന്നാണ് പറയുന്നത്. എന്തായാലും അതൊക്കെ തിരിച്ച് കുറച്ചെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ആശ്വാസം ഇപ്പോൾ ഈ പരാതിക്കാരുണ്ടായി കാണുമല്ലോ. ഇനി ഡൽഹിയിലേക്ക്. മലയാളി വിദ്യാർത്ഥികൾക്ക് പോലീസിൻ്റെയും ആൾക്കൂട്ടത്തിൻ്റെ ക്രൂരമർദ്ദനമേറ്റു. ആൾക്കൂട്ടമർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിൽ സഹായം തേടിയെത്തിയപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ട് അവരെ വിവസ്ത്രരാക്കി മർദ്ദിച്ചെന്നാണ് വിദ്യാർത്ഥികളായ സുധിനും അശ്വന്തും പറയുന്നത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് രാജ്യസഭാ അംഗം വി ശിവദാസൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കത്തയച്ചു. 24 ബ്രേക്കിംഗ്. ഞങ്ങൾ എല്ലാവരും മുന്നിൽ ഒരു കള്ളന്മാരെ പോലെ അവിടെ ഇരുത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഫോൺ വാങ്ങി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ കള്ളനെ എടുത്ത് കൊടുത്തിട്ട് അവനോട് പോയിക്കോന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറ്റം ഏൽക്കാൻ വേണ്ടി ഒരുപാട് മർദ്ദിച്ചു. ചെങ്കോട്ടയ്ക്ക് സമീപം നടക്കാനിറങ്ങിയപ്പോഴാണ് സക്കീർ ഹുസൈൻ കോളേജിലെ വിദ്യാർത്ഥികളായ സുധിനും അശ്വന്തിനും മർദ്ദനമേറ്റത്. ഒരു സംഘം ആളുകൾ സമീപിച്ച് വാച്ചോ എയർപോഡോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നാലെയാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് മർദ്ദനം. സമീപത്തുണ്ടായിരുന്ന പോലീസുകാരനോട് വിവരം പറഞ്ഞുവെങ്കിലും അയാളും മർദ്ദിച്ചു. പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ
അവിടെ വിവസ്ത്രരാക്കി മണിക്കൂറോളം പോലീസുകാർ തല്ലി. അയാൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട്, ഞങ്ങളെ 2.5 മണിക്കൂർ ആ സ്റ്റേഷനിൽ വെച്ച് ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു. എൻ്റെ മുഖത്ത് 17 തവണയാണ് എൻ്റെ മുഖത്തടിച്ചത്. ഫൈബർ സ്റ്റിക്ക് കൊണ്ട് ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ചു. മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ മർദ്ദിച്ചു. ഹിന്ദി സംസാരിക്കാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു. നടപടി ആവശ്യപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് രാജ്യസഭാംഗം വി ശിവദാസനും ഡൽഹി കമ്മീഷണർക്ക് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും കത്തയച്ചു. ഡൽഹി DCPക്ക് വിദ്യാർത്ഥികൾ പരാതി നൽകി. മനുഷ്യാവകാശ കമ്മീഷനും ഉടൻ പരാതി നൽകും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി പറഞ്ഞു. വിനീത VG 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. ന്യൂയോർക്ക് സിറ്റിയിലെ ഐക്യരാഷ്ട്രസഭാ ആസ്ഥാനത്ത് വൻ പ്രതിഷേധം നടക്കുകയാണെന്ന് ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഗോ ബാക്ക് വിളിച്ച് പാലസ്തീൻ അനുകൂലികൾ അവിടെ പ്രതിഷേധം നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. UN ആസ്ഥാനത്ത് നമ്മുടെ പ്രതിനിധി മധു കൊട്ടാരക്കരയുണ്ട്. വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. കാരണം ഈ പാലസ്തീൻ എന്നൊരു രാജ്യം സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി പൊതുസഭയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല അവിടെ ഒരു ജനോസൈഡ്, കൂട്ടക്കൊലയാണ് നടക്കുന്നത് എന്ന പരാതിയും ഇസ്രയേലിന് വിരുദ്ധരായി, ഇസ്രയേലിന് കൗണ്ടറായി നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്കൊപ്പം മധു കൊട്ടാരക്കര നൽകും. മധു, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്കിൽ? ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് എന്റെ തൊട്ടുപുറകില് ഐക്യരാഷ്ട്രസഭയുടെ തൊട്ടു മുമ്പിലാണ് ഇത്രയധികം പ്രതിഷേധക്കാർ ഇന്നലെ രാത്രി മുതൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഒരു മണിക്കൂർ മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം അവസാനിച്ചത്. എന്നാൽ ഈ പ്രതിഷേധക്കാർ ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ നിന്ന് പിൻവാങ്ങാൻ കൂട്ടാക്കുന്നില്ല. 2 പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂസ് വിടണമെന്നുമുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തുടർച്ചയായ മുദ്രാവാക്യങ്ങളും ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണത്തിന്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടും അവരുടെ നേതാക്കളും എല്ലാം അഭിസംബോധന ചെയ്ത് ഈ പ്രതിഷേധക്കാരോടൊപ്പം ചേർന്നിരിക്കുകയാണ്. എസ്കേനെ ഞാൻ ദൃശ്യങ്ങളിൽ കാണിക്കാൻ. ന്യൂയോർക്കിൽ നടക്കുന്ന പ്രതിഷേധമാണ്, അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. UN ആസ്ഥാനത്താണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അല്പം സമയം മുമ്പ് പൊതുസഭയെ അഡ്രസ്സ് ചെയ്തിരുന്നു. ആ പൊതുസഭയെ പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം അസന്നിഗ്ധമായി ചില കാര്യങ്ങൾ പറഞ്ഞു. പലസ്തീൻ രാജ്യം രൂപീകരിക്കപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും ഹമാസ് ആയുധം താഴെ വെച്ചില്ലെങ്കിൽ അവരെ വേട്ടയാടി നശിപ്പിച്ചു കളയും എന്ന് അന്ത്യശാസനം നൽകുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചില പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. അവർ കൂകി വിളിച്ച്. മധു കൊട്ടാരക്കര വീണ്ടും ചേരുകയാണ് നമുക്കൊപ്പം. മധു, യഥാർത്ഥത്തിൽ ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് UN ആസ്ഥാനത്ത് എത്തിയത്? ഇവരൊക്കെ അമേരിക്കക്കാർ മാത്രമാണോ അതോ മറ്റുള്ള ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടോ? പാലസ്തീൻ അനുകൂലിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് ഒരു 15% പ്രതിഷേധക്കാർ വളരെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. മധുവിൻ്റെ ശബ്ദം വാക്കുകൾ അത്ര ഓഡിബിളല്ല. എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഈ ന്യൂയോർക്കിൽ ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നും ആളുകൾ ചേക്കേറിയിട്ടുള്ള ഒരു മഹാനഗരമാണ് ന്യൂയോർക്ക്. മലയാളികൾക്ക് ഒരുപാട് താമസിക്കുന്ന നഗരമാണ് ന്യൂയോർക്ക്. ഇവിടെയാണ് UN ആസ്ഥാനമുള്ളത്. ഈ ആസ്ഥാനത്ത് നടന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവരെ വല്ലാത്ത പ്രകോപിതരാക്കിയിട്ടുണ്ട്. ഈ പ്രസംഗം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചു, കൂകി വിളിച്ചു. പല പ്രതിനിധികളും ഇറങ്ങിപ്പോയി. ഇപ്പോൾ UN ആസ്ഥാനത്തേക്ക് പാലസ്തീൻ എന്ന രാഷ്ട്രം രൂപം കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന പലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ന്യൂയോർക്ക് നഗരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിക്കുവാൻ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. മധു കൊട്ടാരക്കരയാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി നമ്മളെ തത്സമയം കാണിച്ചത്. ഇനി ഇന്നത്തെ പകൽ വന്ന കുറച്ച് വാർത്തകളിലൂടെ നമുക്ക് പെട്ടെന്ന് കടന്നിയെല്ലാം. വാർത്താ പകൽ. കോഴിക്കോട് തിരുവണ്ണൂർ കോഴിപ്പുറത്ത് പഴയ വാട്ടർ ടാങ്ക് തകർന്നു വീണ് ഒരു മരണം. മരിച്ചത് തമിഴ്നാട് സ്വദേശി അറുമുഖൻ. ഒരാൾക്ക് ഗുരുതര പരിക്ക്. മലപ്പുറത്ത് 13-കാരനെ സഹപാഠിയുടെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. കാലിനും തോളലിനും പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ. കാടമ്പുഴ പോലീസ് കേസെടുത്തത് നിസ്സാര വകുപ്പുകൾ ചുമത്തിയെന്ന ആക്ഷേപം.
തിരുവനന്തപുരം മൊട്ടമൂട് 2.25 വയസ്സുള്ള കുഞ്ഞിനെ അംഗൻവാടി ടീച്ചർ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുഞ്ഞിനെ തിരികെ വീട്ടിലെത്തിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കില്ല. ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്ന് ശ്രീചിത്രയിലെ ഡോക്ടേഴ്സ്. ആരോഗ്യവകുപ്പിന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയിൽ സുമയ്യയും കുടുംബവും. ഇടുക്കി പീരുമേട് സബ് ജയിലിൽ പോക്സോ കേസ് പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കുമളി പള്ളിയക്കുടി സ്വദേശി കുമാർ. മൃതദേഹം കണ്ടെത്തിയത് ശുചിമുറിയിൽ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിലൂടെ വന്ന നിക്ഷേപങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ. വിദേശ നിക്ഷേപത്തിന് വിശദാംശങ്ങൾ നൽകാൻ വകുപ്പുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്ത് 24-ന്. KSRTC ബസ്സിൽ സാധനങ്ങൾ കളഞ്ഞുപോയാൽ പണമീടാക്കുന്ന നിയമത്തിൽ ഭേദഗതി വരുത്തും. നടപടി ബസ്സിൽ വെച്ചുമറന്ന മാല തിരികെ നൽകാൻ വീട്ടമ്മയോട് 10,000 രൂപ KSRTC ആവശ്യപ്പെട്ടെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ. തീരുമാനം തിരുത്താൻ KSRTC CMDക്ക് നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തമിഴക വെട്രിക്ക് കഴകം അധ്യക്ഷൻ വിജയിയെ പരിഹസിച്ച് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. താൻ ശനിയാഴ്ച മാത്രം പുറത്തിറങ്ങുന്നയാളല്ലെന്നും ഞായറാഴ്ച ഉൾപ്പെടെ പുറത്തിറങ്ങാറുണ്ടെന്നും ഉദയനിധി സ്റ്റാലിൻ. വിജയ് ശനിയാഴ്ച തോറും റാലി നടത്തുന്നതിലാണ് പരിഹാസം. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ഇന്ത്യൻ കമ്പനികൾക്ക് കനത്ത തിരിച്ചടി. ഒക്ടോബർ 1 മുതൽ തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ്. ദേശീയപാതയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു അപകടത്തിന്റെ വാർത്ത വരുന്നു. മലപ്പുറം VK പടിക്ക് അടുത്ത വലിയ പറമ്പിലാണ് വാഹനാപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. വയലത്തൂർ സ്വദേശി ഉസ്മാനാണ് മരിച്ചത്. നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. ഒരാൾക്ക് ദാരുണമായ അന്ത്യമുണ്ടായി എന്ന് വാർത്ത വരുന്നു. സങ്കടകരമായ ഒരു റോഡ് അപകടം. സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കൂടുതൽ ഇളവ് നൽകാനൊരുങ്ങി സർക്കാർ. തെരഞ്ഞെടുപ്പ് കാലം കണക്കിലെടുത്താണ് ചട്ടങ്ങളിൽ സമഗ്ര മാറ്റത്തിന് വഴിയൊരുങ്ങുന്നത്. 100-ലേറെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെ കൂടുതൽ ജനസൗഹൃദമാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രി MB രാജേഷ് 24-നോട് പറഞ്ഞു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. തിരഞ്ഞെടുപ്പുകളിൽ സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുന്നതിൽ പ്രധാന ഘടകമാണ് കെട്ടിട നിർമ്മാണ ചട്ടം. ഏറെ പരാതികൾ ഉയരുന്ന മേഖലയിൽ ജനോപകാരപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാരിൻ്റെ തീരുമാനം. തദ്ദേശ മന്ത്രിയുടെ അദാലത്തിൽ ഉയർന്നു വന്ന പരാതികളും ആഗോള നിക്ഷേപ സംഗമത്തിൽ ഉന്നയിക്കപ്പെട്ട പരാതികളും കണക്കിലെടുത്താണ് കെട്ടിട നിർമ്മാണ ചട്ടം സർക്കാർ പൊളിച്ചെഴുതുന്നത്. ചില പരാതികൾ അന്നത്തെ ചട്ടങ്ങൾക്കനുസരിച്ച് അവിടെ തീർപ്പാക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ന്യായമാണ് പരാതി. അപ്പം അതുകൊണ്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് ഇത് ന്യായമാണ്, അതുകൊണ്ട് ഇതിന് തീർപ്പുണ്ടാക്കണമെങ്കിൽ ചട്ടം തന്നെ മാറണം. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നല്ലേ, ചട്ടങ്ങളെ മാറ്റുകയാണ് സർക്കാർ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചട്ടങ്ങളെ മാറ്റുകയാണ്. കേരളത്തിൻ്റെ സ്ഥലപരമായ പരിമിതികളും പ്രത്യേകതകളും പരിഗണിച്ച് പ്രത്യേക ഇളവുകൾ ഉണ്ടാകും. സംരംഭകർക്ക് തടസ്സമായി നിൽക്കുന്ന ചട്ടങ്ങളിലും കാര്യമായ ഇളവുകൾ വരും. തദ്ദേശ വകുപ്പ് തയ്യാറാക്കിയ ഭേദഗതി നിർദ്ദേശങ്ങൾ നിയമവകുപ്പിൻ്റെ പരിശോധനയിലാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ 100-ലേറെ ഭേദഗതികൾ വരികയാണ്. ഒരേ സമയം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രമല്ല ഈസ് ഓഫ് ലിവിംഗ് കൂടി മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഭേദഗതികളാണ്. ലൈസൻസ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയതിനു ശേഷമുള്ള തദ്ദേശ ഭരണ വകുപ്പിന്റെ ശ്രദ്ധേയമായ ഇടപെടലാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭേദഗതി. ഒക്ടോബറിൽ ചട്ടഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ശ്രമം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. എല്ലാ സുഹൃത്തുക്കളൊക്കെ രാവിലെ അവിടെ പോയി എന്നൊക്കെ കുറേ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഭരണപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് ചില ദിവസമൊക്കെ മാറി നിൽക്കേണ്ടി വരില്ലേ? അങ്ങനെ കണ്ടാൽ മതി. ഒരു വ്യക്തിപരമായ അസൗകര്യം. ഇനി മഹാരാഷ്ട്രയിലേക്ക്. പ്രളയബാധിത ജില്ലകളിൽ കർഷകരോട് ശോഭിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ വിവാദത്തിൽപ്പെട്ടു. കാർഷിക വായ്പ എഴുതിത്തള്ളുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചവരോടാണ് ഈ മന്ത്രിമാർ രോഷം കാണിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് തേടിയെത്തുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ സ്വഭാവം മാറ്റുമെന്ന വിമർശനം പൊതുവെ രാഷ്ട്രീയക്കാർക്കെതിരെ ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. മഹാരാഷ്ട്രയിലെ പ്രളയബാധിത ജില്ലകളിൽ സന്ദർശനം നടത്തിയ മന്ത്രിമാരുടെ പെരുമാറ്റം കണ്ടവർ ഇതേ വിമർശനം വീണ്ടും ഉന്നയിക്കുകയാണ്. ഏതാണ്ട് 10 ദിവസത്തോളമായി പ്രളയ സമാന സാഹചര്യമാണ് മറാഠവാഡ മേഖലയിൽ. ഹെക്ടർ കണക്കിന് കൃഷിഭൂമി മുങ്ങി നടുവൊടിഞ്ഞു നിൽക്കുന്ന കർഷകർ അവരെ കാണാനെത്തിയ മുഖ്യമന്ത്രിയോട് നഷ്ടപരിഹാരം എത്ര കിട്ടുമെന്ന ചോദ്യം ഉന്നയിച്ചു. രാഷ്ട്രീയം കളിക്കാനുള്ള ഇടമല്ല ഇതെന്നായിരുന്നു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ മറുപടി. ചോദ്യം ചോദിച്ചയാളെ പിന്നീട് പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ചയും പിന്നാലെ നമ്മൾ കണ്ടു.
ധാരാശിവിൽ എത്തിയ ധനകാര്യ വകുപ്പ് കൂടിയുള്ള ഉപമുഖ്യമന്ത്രി അജിത് പവാറിനോട് കാർഷിക കടങ്ങൾ എഴുതി തള്ളുമോ എന്നായിരുന്നു ചോദ്യം. പറഞ്ഞയാളെ മുഖ്യമന്ത്രിയാക്കൂ എന്നതായിരുന്നു അജിത്തിന്റെ മറുപടി. ലാഡ്ലി ബഹിൻ സ്കീമിൽ സ്ത്രീകൾക്ക് നൽകാൻ 45,000 കോടി വേണം. കർഷകരുടെ വൈദ്യുതി ബിൽ കുറച്ചതിനും പണം വേണം. ഇവിടെ ഗോലി കളിക്കാനല്ല താൻ വന്നതെന്ന് വരെ രോഷത്തോടെയാണ് അജിത്തിന്റെ മറുപടി. ജലസേചന വകുപ്പ് മന്ത്രി ഗിരീഷ് മഹാജൻ, കൃഷി മന്ത്രി ദത്താത്രേയ ഭർണെ എന്നിവർക്കും കർഷകരോട് സംസാരിക്കുമ്പോൾ സംയമനം നഷ്ടപ്പെട്ടു. സ്വന്തം ഫോട്ടോ പതിച്ച പാക്കറ്റുകൾ വിതരണം ചെയ്തായിരുന്നു മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെയുടെ ഇടപെടൽ. ചുരുക്കത്തിൽ പ്രളയബാധിത മേഖലകളിൽ മന്ത്രിമാരുടെ നേരിട്ടുള്ള സന്ദർശനം വിപരീത ഫലമാണ് സർക്കാരിന്റെ ഇമേജിന് ഉണ്ടാക്കിയത്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ചരിത്രത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളത്തിന് സുബ്രതോ കപ്പ് നേടാനായതിൻ്റെ സന്തോഷത്തിലാണ് ഗോകുലം FC കേരള. ഗോകുലം FCയുടെ പിന്തുണയിലാണ് ഫറൂഖ് HSS ചാമ്പ്യന്മാരായത്. കേരളത്തിൻ്റെ ചരിത്ര നേട്ടത്തിൽ സന്തോഷമുണ്ടെന്ന് ഗോകുലം FC ചെയർമാൻ ഗോകുലം ഗോപാലേട്ടൻ. 64 വർഷത്തെ ചരിത്രം തിരുത്തിയാണ് കോഴിക്കോട് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉത്തരാഖണ്ഡിലെ അമിനിറ്റി CBSE സ്കൂൾ ടീമിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് സുബ്രതോ കപ്പ് കിരീടം ചൂടിയത്. കേരളം അവസാനമായി സുബ്രതോ കപ്പിൽ ഫൈനൽ കളിച്ചത് 2014-ലാണ്. ചരിത്ര നേട്ടത്തിൽ കേരളത്തിന്റെ കുട്ടികളെ അഭിനന്ദിക്കുന്നുവെന്ന് ഗോകുലം FC ചെയർമാൻ ഗോകുലം ഗോപാലൻ. എന്ത് കൊടുത്താലും നേട്ടമുണ്ടെങ്കിലും ഫറൂഖ് കോളേജിലെ കുട്ടികൾ വളരെ അന്തസ്സായി, വളരെ ഡീസൻ്റായി, വളരെ നല്ല ധീരമായി പോരാടി അത് വിജയിച്ചിരിക്കുകയാണ്. അത് കേരളത്തിൻ്റെ അഭിമാനമാണ്. അത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഗോകുലം FCയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ഒരു അഭിമാനം. കാരണം ഇതിൽ പങ്കാളിയാകാൻ കഴിയുന്നത്. ഗോകുലം കേരള FC ആണ് ടീമിന് പരിശീലനവും സ്പോൺസർഷിപ്പും നൽകിയത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി കേരളത്തിന്റെ ആദി കൃഷ്ണയെ തിരഞ്ഞെടുത്തു. ഫറൂഖ് ടീമിന്റെ പരിശീലകൻ VP സുനീർ മികച്ച കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹിയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ മലയാളികളുടെ ആരവങ്ങൾക്ക് നടുവിലാണ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ചരിത്രം രചിച്ചത്. 24 കൊച്ചി. എന്തായാലും ഈ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. വലിയ വിജയമാണ് അവർ കരസ്ഥമാക്കിയത്. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.